pain, for the old order of things has passed away. He who was seated on the throne said, I'm making everything new. Then he said, write this down, for these words are trustworthy and true. He said to me, it is done, and the Alpha and Omega, the beginning and the end. സെക്കൻഡ് പേജിൽ കൂടാരമായ ഞങ്ങളുടെ ഭവനഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിൻ്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു. ഈ കൂടാരത്തിൽ ഞങ്ങൾ ഞരങ്ങിക്കൊണ്ട് നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിരിക്കുന്നുവെങ്കിൽ സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിനു മീതെ ധരിപ്പാൻ വാഞ്ചിക്കുന്നു. ഒരിയുവാനല്ല, മധ്യമായത് ജീവനാൽ നീങ്ങിപ്പോകേണ്ടതിന് മീതെ ഒടുക്കുവാൻ ഇച്ഛിക്കുകയാൽ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് ഞരങ്ങുന്നു. അതിനായി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ അച്ചാരമായി തന്നിരിക്കുന്ന ദൈവം തന്നെ. ആയാൽ ഞങ്ങൾ എല്ലായ്പ്പോഴും ധൈര്യപ്പെട്ടും ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെയും കർത്താവിനോടകന്ന് പരദേശികളായിരിക്കുന്നു എന്ന് അറിയുന്നു. കാഴ്ചയാലല്ല, വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ നടക്കുന്നത്. ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോടുകൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവരെ പ്രസാദിപ്പിക്കുന്നവർ ആകുവാൻ അഭിമാനിക്കുന്നു. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. പാഠം അവസാനിച്ചു. ഉന്നത നൃപനാം മിശിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമുടുണരാൻ വരമരുളേണം. മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമുടുണരാൻ വരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടരമെങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാഥം പൂജിതമല്ലോ. മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമുടുണരാൻ വരമരുളേണം. അന്ത്യമിടാത്തോരവികരമോദം നുകരാൻ മൃതരെ മഹിമാ ഒഴുകും മണവറയിങ്കൽ ചേർക്കണമീശോ. മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമുടുണരാൻ വരമരുളേണം. ഗാഥത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. അഗാധത്തിൽ നിന്നും നിന്നെ ഞാൻ വിളിക്കുന്നു, കർത്താവേ ശബ്ദം കേൾക്കണമേ, എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. കർത്താവേ, നീ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ ആർക്ക് രക്ഷയുണ്ടാകും? എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു, എന്റെ പ്രതീക്ഷ വാഗ്ദാനത്തിലാകുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവെ നിന്നെ ഞാൻ കാത്തിരിക്കുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേൽ കർത്താവിനെ കാത്തിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ കരുണയുള്ളവനാകുന്നു, പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. ഇസ്രായേലിനെ അതിന്റെ പാപങ്ങളിൽ നിന്നെല്ലാം അവർ രക്ഷിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ലാസറിനെ ഉയർപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വലത്തുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ,
ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടുകൂടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. സകലത്തിന്റെയും നാഥനും ദൈവമായ മിശിഹായേ, നിന്റെ കുരിശിന്റെ അടയാളത്തോടും ദേവദൂതന്മാരുടെ അകമ്പടിയോടും കൂടെ വാനമേഘങ്ങളിൽ നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷയരായി കബറിടങ്ങളിൽ നിന്ന് ഉയർത്തുകയും ദുഷ്ടജനം നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന ഭയാനകമായ വിധി ദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വരാജ്യത്തിലേക്ക് ഞങ്ങളുടെ ഈ സഹോദരനെ നീ സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. Praise the Lord. Baby was my friend. If I ever needed a definition of a friend, that was him. My association with him started 19 years back when I came to this country. I came on an H1 visa. I didn't have any relatives or friends in this country. When I came, I met him in the house where I was staying. I didn't have anywhere to go. I didn't know anything. And so what he did was, he took me everywhere he went. He took me to the big malls, the shops, the highways, the cities. I went with him so many places. I went with him to Washington, D.C. I went with him to Virginia. So many memories flood my mind. Those memories, the treasure chest, will always stay with me. He literally introduced America to me. When I wanted to buy a car, I didn't have enough credit. Then he co-signed for my first car. When the car was decided, I wanted to buy a red car. He said, no, Joey, for Jeeps, it's better to be a green color. And I had that car. And the color, every day when I looked, I appreciated the color. And it was amazing, his sense of color. If you go to his home, you will be surprised. The sense of color he has, the way he paints, the way he does things, it's amazing. You have to really see it. I'm not just saying because it's appropriate to say. We spend a lot of time together. We walk together. We talk together. He was a master's in English literature. We know that people who had literature, they have a different way of looking at life. Everything when he speaks, everything he said was like enhanced and amplified. We sat, we walked in Alipon Park, we walked in Cunningham Park many times, many hours.
and we talked. We sat on the park benches. We sat in the fall season, and we sat on the benches and the wide open spaces in front of us, relaxing us. And there was trees behind that, and we looked at the colors, and I said to him, and he said to me, the colors are wonderful. And we said to each other, the earth is so beautiful. Those memories will never go away. He had a lot of great ideas. He was a very organized man. If you go to his house, even now, as yesterday and this morning, as I was sitting in his living room, and his room is by the side, I have entered his room. Everything is so meticulous. It is like placed perfectly, inch by inch. I don't know how he got that skill. I sometimes think, if only I have got a little bit of that kind of perfection. So that was the kind of man he was. I have no sufficient words to explain him. All in all, I can say he was a great friend. His family has lost him, and I have lost him. All of you have lost him. We lost him to death. The Bible tells us death is an enemy. Death steals away from us. Randy Alcorn, who wrote a book on heaven, he says like this: death is like a lion, a ferocious, fierce lion. We hear rumors about him. We hear him moving in the woods. We hear him moving in the woods, breaking branches and crushing bushes. We can hear his sound. We hear him about almost every day. But sometimes, when the family or some close friend is stricken, a family member is stricken, he parts the leaves, and we look at this lion, his fierce face, and we see him. We look at him face to face. But the Bible tells us that Jesus has conquered death. The enemy, the final enemy, has been defeated. Bible tells us that the death is conquered. We all know that in Christ we will live again, and we will see him again, and we will be with him. On the last day, not only he, we all will be resurrected. I know that no amount of words like this, speeches like this, Bible readings, and other things done here today is not going to bring much comfort to the family and the children. But we also know that time will heal. What we can do is we can pray for him and his family and his children and his friends. We know that God hears our prayer, and in time God's Spirit will work on them and give them comfort, and God's Spirit will strengthen them. Finally, I want to read a scripture portion. I want to read it not only for them, I want to read it for all of us. And this should give us hope. The portion is taken from the last book of the Bible, Revelation, chapter 21, verses 1 to 5. I saw a new heaven and a new earth. The first heaven and the first earth has disappeared, and there will be no more sea. Then I saw the new Jerusalem, the holy city coming down from God in heaven. It was like a bride, dressed in her wedding gown and ready to meet her husband. I heard loud voices shout from the throne, God's home is now with his people. He will live with them, and they will be his own, and God will make his home among his people. He will wipe away all tears from their eyes, and there will be no more death, suffering, crying, or pain.